ഫോർത്ത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പരേഡ്, പ്രാക്ടീസ്, PT എല്ലാതും ഉണ്ടായിരുന്നു. ക്ലാസ്സുകൾ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്. പല പ്രമുഖ വ്യക്തികളെയും ഞങ്ങൾക്ക് പരിചയപ്പെടാനും ഇടപഴകാനും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിന് മറുപടി തരാനും അങ്ങനെ പല പേരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ക്യാമ്പ് ഭയങ്കര രസകരമായി തന്നെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നാണ് അവസാന ദിവസം. ഞങ്ങൾ എന്നും കാലത്ത് നല്ല രസകരമായി ഓടും. 10 കിലോമീറ്ററോളം ഞങ്ങൾ ഓടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കളരി ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ആരും ഇതുവരെ ഞങ്ങൾ ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല കളരിയൊന്നും. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് കളരി കാണുന്നത് തന്നെ. കുറേ രസകരമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങളിവിടെ വന്നപ്പോൾ ഫുഡ് ആദ്യം നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ ഫുഡിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത്. അപ്പോൾ തീർച്ചയായും ഫ്രണ്ട്സിനോടൊപ്പം ഫുഡ് ചെയ്തൊക്കെ ഞാൻ ചർച്ച ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു മാസ്റ്റർ ഞങ്ങളെ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, ഫുഡിൻ്റെ കാര്യമാണോ, ഇത് അവിടെ നിൽക്കുന്ന സാറോട് ചോദിച്ചാൽ മതി, ആളാണ് ഇൻചാർജ് എന്ന്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞു, PTക്ക് പോകുന്നതിന് മുമ്പ് മുട്ടയും ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി എന്ന് ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ഉന്മേഷം നൽകി. നല്ല എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ധാരാളം ചോദ്യങ്ങളെല്ലാം കുട്ടികളെല്ലാം ചോദിച്ച് സാറുമാർ നല്ല ഉത്തരം തന്നെ അതിന് നൽകുകയും ചെയ്തു. ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പിന്നെ ഞങ്ങൾ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ പല കഴിവുകളും ഞങ്ങളിവിടെ കാഴ്ചവെച്ചിരുന്നു. ഡാൻസ്, പാട്ട്, സ്കിറ്റ്, മോണോട്ട് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കായിട്ട് തന്നെ കുറേ സ്കിറ്റ് കാര്യങ്ങളൊക്കെ പോലീസുകാർ വക ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു ക്യാമ്പായിരുന്നു, ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനത്തെ പല ക്യാമ്പിലും പങ്കെടുക്കുന്ന താല്പര്യമുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതൊരു സ്റ്റേ ആയിരുന്നു. 7 ദിവസം നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞു. ശരിക്കും ഞാൻ ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഞാൻ എപ്പോഴും ഓർക്കുന്നത് നമ്മുടെ ക്യാമ്പ് തന്നെയായിരിക്കും, നമ്മുടെ ക്ലാസ് മുറിയായിരിക്കും. തീർച്ചയായും മെസ്സ് ശരിയാട്ടാ. ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോൾ കുറേ സംസാരിച്ചും അതുപോലെ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ പാത്രത്തിൽ മതിയാവുമ്പോൾ അതെടുത്ത് അപ്പുറത്തവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അപ്പുറത്തവൻ്റെ നിന്ന് എടുത്ത് ഞങ്ങൾക്ക് ഇടും. പക്ഷേ അങ്ങനെ തന്നെയാ. അതുപോലെ തന്നെ ലീഡർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ മാറി മാറി ലീഡർഷിപ്പ് ലഭിക്കുമായിരുന്നു. നമ്മുടെ സ്കൂളിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കാരണം നമുക്ക് എന്താ പറയുക പലൊരു ലീഡറാണ് ഇവിടെ. എന്നാലും പ്രകടിപ്പിക്കാനുള്ള ചാൻസ് എല്ലാവർക്കും ലഭിച്ചിരുന്നു. ക്ലാസ് മുറിയിൽ പഠിക്കാനിരിക്കുമ്പോഴും ചർച്ചയിലൂടെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മാഷ്മാർ CPM പറയുകയാണെങ്കിൽ വളരെ നല്ല സഹകരണമാണ് അവരിൽ നിന്ന് ലഭിച്ചത്. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കി. പരേഡിൻ്റെ യഥാർത്ഥ രീതി എങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇവിടെ വന്നതിന് ശേഷം മോഡൽ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പോയത് എനിക്ക് വളരെ രസകരമായ അനുഭവമായിരുന്നു. തൃശ്ശൂരിന് വേണ്ടി പോയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ നാട് ഓണത്തിന് പുലിയിറങ്ങണ ഒരു നമ്മുടെ ഊര് ഈ പറഞ്ഞ നാടിനെന്തൊരു ഞാനും പേരൂർ പൂരം കാണാൻ കണ്ടേ നീയും പോര് തൃശ്ശൂർ പേരൂർ പൂരം കാണാൻ അമ്പിളി മാമനെ കൊണ്ടുതരാലോ അമ്പിളി മാമനെ കൊണ്ടുതരാലോ 1000 ആനയെ കൊണ്ടുതരാലോ 1000 ആനയെ കൊണ്ടുതരാലോ കാന്തേ നീയും പോരൂ തൃശ്ശൂർ പേരൂർ പൂരം കാണാൻ.